ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചീര, ചുമല ചീര തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ആ ചീരയുടെ കൂടെ ചക്കക്കുരുവും കൂടി ഇട്ടാണ് തോരൻ വെക്കുന്നത്. ഒരു കെട്ട് ചീരയാണ്, അത് കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു 200 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ആ ചക്കക്കുരു ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വെക്കണം. വെള്ളത്തിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ചക്കക്കുരു വേകട്ടെ. ഈ സമയം കൊണ്ട് ചക്കക്കുരു വേകാൻ വെച്ചു. ഈ സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന അരച്ചെടുക്കാം. ചക്കക്കുരു നല്ലതായിട്ട് തിളച്ചു. ഇതിനാവശ്യത്തിന് വേണ്ടുന്ന ശകലം ഉപ്പിടുന്നു. ഇനി ഇത് കിടന്ന് നല്ലപോലെ വേകട്ടെ. അരപ്പിന് വേണ്ടി ഇത്രയും ചക്കക്കുരു ഈ ചീരയും ഉണ്ടല്ലോ, ഇത്രയും ചീരയുണ്ടല്ലോ, അതിന് വേണ്ടുന്ന തേങ്ങാപ്പീര വേണം. അതുകൊണ്ട് നല്ല വലിയൊരു തേങ്ങയുടെ പീര, പകുതി തേങ്ങയുടെ പീര എടുത്തു. 4 പച്ചമുളക് എടുത്തു. 4 ചെറിയ അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂണ് ജീരകം ഉണ്ടല്ലോ, ജീരകം. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരയണ്ട, ചതഞ്ഞാൽ മതി. ഇത്രയും മതി. അതേപോലെ ചതച്ചെടുത്തു. ചക്കക്കുരു വെള്ളമെല്ലാം നല്ലതായിട്ട് വറ്റി കണ്ടല്ലോ, നല്ലപോലെ വെന്ത് ചക്കക്കുരു. ഇനി ഇത് വാങ്ങി വെക്കാൻ പോവാണ്. വാങ്ങി വെച്ചിട്ട് ഇനിയും ഇത് തോരൻ വെക്കാൻ പോവാണ്. സ്റ്റവ് കത്തിച്ച് പാത്രം വെച്ച് പാത്രം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടെ വഴന്ന് വരണം. അതിനുവേണ്ടി ഒരു 2 സ്പൂണ് എണ്ണ മതി. എണ്ണ നല്ലപോലെ ചൂടായി. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു തണ്ട് കരിയാപ്പില, 1 വറ്റൽമുളക് 3 മുറിച്ചത്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. സവാളയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് മതി. സവാള പകുതി വേവായി. ഇനി ഇത് തോരൻ്റെ കൂടെ കിടന്ന് വെന്തോളും. തോരൻ വെന്ത് വരുമ്പോഴത്തേക്കിന്, ആവി കയറുമ്പോഴത്തേക്കിന് ഇതും ആവിയിൽ വെന്തോളും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടാൻ പോവാണ്. സ്റ്റവ് വെച്ചാൽ മതി. ഉപ്പ്, ആവി കയറി നല്ലപോലെ ഈ അരപ്പിലോട്ടൊരു നല്ല ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് ചീര ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കുറേശ്ശെ ഇടാം. ചീരയ്ക്കും കൂടി ആവശ്യത്തിനാവും വേണ്ടുന്ന ഉപ്പിടുകയാണ്. ഉപ്പ് ചക്കക്കുരുവിനിട്ടു, ഇച്ചിരി 1/4 സ്പൂണ്. മസാലയ്ക്ക് ഇട്ടു. അപ്പം പോരത്ത് ചീരയ്ക്ക് വേണ്ടുന്ന ശകലം ഉപ്പ്. ഇനി ഇതേപോലെ ആവി കിടന്നൊന്ന് വേഗം ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിൻ്റെ പുറത്തോട്ട് ഇടുകയാണ്. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. ഈ ചീരയിൽ നിന്നിറങ്ങിയ വെള്ളം കൊണ്ട് മാത്രമാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ആവി കയറട്ടെ. ഇങ്ങനെ പതിയെ ചെറിയ തീയിലിട്ട് ആവി വരുത്തി വേവിച്ചെടുക്കണം. അപ്പോൾ വെന്ത് കിടക്കുക, വെള്ളം പറ്റിയെടുത്താൽ മതി. ഇതങ്ങ് മാറ്റാൻ പോവാണ്. അടപ്പ് മാറ്റി ചീര വെന്തു,
ചക്കക്കുരു നമ്മൾ വേവിച്ച് അതിനകത്ത് ഇട്ടത്. അപ്പോൾ ഇനി ഇതിനകത്തൊന്നും വേകാനായിട്ടില്ല. രുചികരമായ ചീര ചക്കക്കുരു തോരൻ റെഡിയായി. ഞാൻ സ്റ്റൗ നിർത്തുന്നു. കണ്ടല്ലോ, ചീരയും ചക്കക്കുരുവും കൂടെ തോരൻ വെച്ചത് കണ്ടല്ലോ. നല്ല രുചികരമാണ്. പിന്നെ ആരോഗ്യത്തിനും നല്ലതല്ലേ, നല്ലതാണ്. അതുപോലെ വെച്ച് നോക്കണം. വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കണം. വെച്ചവർ വേറെ വല്ല ചേരുവ ചേർക്കാനുണ്ടെങ്കിൽ അത് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യേ. ബൈ.